ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ 11 എന്ന് പറഞ്ഞ സിനിമയുടെ കഥയാണ്. വീഡിയോയ്ക്ക് ലെങ്ത് ഉള്ളത് കാരണം 2 പാർട്ടായിട്ടാണ് ചെയ്യണേ. ഈ സിനിമയുടെ തുടക്കം കാണിക്കുന്നത് രാത്രി വിജനമായ ഒരു സ്ഥലത്തൂടെ ഒരു കാർ ഇങ്ങനെ പോകുകയാണ്. അത് നേരെ ഒരു കാടിൻ്റെ വശത്തേക്ക് ചെന്നിട്ട് ഒരാൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരെ ഡിക്കി ചെന്നിട്ട് അതിൽ നിന്നൊരു ഡെഡ് ബോഡി എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന മരത്തിലോട് ചേർത്ത് ഇങ്ങനെ ഇരുത്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ്. പിറ്റേ ദിവസം ടി വിയിൽ ഈ ന്യൂസ് കാണിക്കുകയാണ്. ഒരു കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി ആവടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയെന്നും പറഞ്ഞു. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഒരു ചെറിയ ഫിനാൻസ് കമ്പനിയാണ്. പെട്ടെന്ന് അതിൻ്റെ മുമ്പിലായിട്ട് ഒരു ജീപ്പ് വന്ന് നിൽക്കും. അതിൽ നിന്ന് 4-5 പേര് മുഖംമൂടിയൊക്കെ വെച്ച് ഇറങ്ങാണ്. അവരെ ഈ ഫിനാൻസ് കമ്പനിയിൽ റോബറിക്ക് വന്നേക്കാണ്. നേരെ ചെന്നിട്ട് തോക്ക് കാണിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും താഴെ ഇങ്ങനെ തലയുടെ മേളിൽ കൈ വെച്ചിരിക്കാൻ പറയും. 2-3 പേര് മാനേജറെ കൊണ്ട് ലോക്കറിൽ പോയിട്ട് സ്വർണവും പണമൊക്കെ ഇങ്ങനെ സഞ്ചിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഫ്രണ്ടിലുണ്ടായിരുന്ന ഗ്യാങ്ങിൽ ഒരാളുടെ ശ്രദ്ധ തെറ്റുമ്പോൾ സെക്യൂരിറ്റി അയാളെ കയറി പിടിക്കും. പിടിയും വലിയും ഇടയിൽ അയാൾ സെക്യൂരിറ്റിയെ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് അവർ പണവും സ്വർണവും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ സിനിമയിലെ നായകനെയാണ് കാണിക്കണേ, ACP അരവിന്ദൻ. ആൾക്കൊരു ഫോൺ വരാണ്. ഫോൺ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് ചെല്ലാണ്. അപ്പം അത് നേരത്തെ ഈ ഫിനാൻസ് കമ്പനിയിൽ മറ്റു റോബറി നടത്തിയ ഗ്യാങ്ങിൻ്റെ സ്ഥലമായിരിക്കും. ഈ ACPയെ കണ്ട വഴി ഇവരിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്നാണ് ആലോചിക്കണേ. എന്നിട്ട് അവരോട് പറയും, നേരത്തെ തന്നെ പോലീസിന് ഈ ഗ്യാങ്ങിനെ കുറിച്ചൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിരുന്നു. ഇങ്ങനെ തമിഴ്നാട് മുഴുവൻ ചെറിയ ചെറിയ ഫിനാൻസ് കമ്പനികളെ ടാർഗറ്റ് ചെയ്തൊരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അവരിപ്പോൾ ചെന്നൈയെ ടാർഗറ്റ് ചെയ്ത് വന്നേക്കാണ്. അതുകൊണ്ട് പോലീസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ചെറിയ ചെറിയ ഫേമസ് ആയിട്ടുള്ള ഫിനാൻസ് കമ്പനിയിൽ അവർ തന്നെ സ്വർണം കൊണ്ടുവന്ന് വെച്ചു, അതിൽ GPS ട്രാക്കർ വെച്ചിട്ട്. ഈ ഗ്യാങ് കൊള്ളയടിച്ച ഫിനാൻസ് കമ്പനിയിൽ അവരെടുത്തോണ്ട് പോയ സ്വർണത്തിൻ്റെ കൂടെ ഈ പോലീസുകാർ GPS ട്രാക്കർ വെച്ച് സ്വർണം കൂടെ കൊണ്ടുവന്നിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവിടെ എത്തിയത്. പിന്നെ കാണിക്കുന്നത് ഒരു ഫൈറ്റ് സീനാണ്. ഫൈറ്റൊക്കെ കഴിഞ്ഞ് പോലീസുകാർ വന്ന് ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. പിറ്റേ ദിവസം പ്രസ് മീറ്റിങ്ങിൽ ഇവർ മോഷ്ടിച്ച സ്വർണവും പൈസയും ഇവരുടെ എല്ലാം ഫോട്ടോ ഒക്കെ കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ടിനിടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ്. കമ്മീഷണർ അരവിന്ദനെ വിളിച്ചിട്ട് പുതിയൊരു കേസ് കൊടുക്കുകയാണ്. ഇൻ്റർനാഷണലി ബാൻ ചെയ്ത കുറച്ച് അലോപ്പതിക് മെഡിസിൻസ് ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് പേര് മാറ്റി വിൽക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയാണ്. ഇതിനിടയിൽ പോലീസുകാർക്ക് കത്തിക്കരിഞ്ഞ വേറൊരു ബോഡിയും കൂടെ കിട്ടുകയാണ് വെളാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ കേസ് ACP രഞ്ജിത് കുമാറിനെ കമ്മീഷണർ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ 2 പേരുടെയും അന്വേഷണം ഈ പാട്ടിലൂടെ ഇങ്ങനെ മാറി മാറി കാണിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരു ബോഡിയും കൂടെ കിട്ടും. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയും, പ്രത്യേകിച്ചൊന്നുമില്ല, ടോർച്ചർ ചെയ്തിട്ടൊന്നുമില്ല, നേരെ പോയിന്റ് ബ്ലാങ്കിൽ നെറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ട് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാനാണ് കത്തിക്കണത്, വേറൊരു തെളിവൊന്നുമില്ല. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ബോഡിയും കൂടെ കിട്ടും. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ വേറൊരെണ്ണം കൂടെ. അപ്പം മൊത്തം 5 എണ്ണമായി. രഞ്ജിത്തിനാണെങ്കിൽ ആകെ നിരാശവും ദേഷ്യവും വരാണ്. വേറെ ഒരു തെളിവും കിട്ടുന്നില്ല. ഒരു പെർഫെക്റ്റ് ക്രൈം. പിന്നെ കാണിക്കുന്നത് അരവിന്ദൻ ഒരു ഗോഡൗൺ റെയ്ഡ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരുപാട് അലോപ്പത്തിക് മെഡിസിൻസ് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു നർക്കോട്ടിക്സ് ഓഫീസർ ഇവരുടെ കൂടെ വന്നിട്ടുണ്ടാകും. അയാൾ പറയും, ഒരു മരുന്ന് കഴിച്ചിട്ട് പറയും, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഇതൊരു 5-6 എണ്ണം കഴിച്ചാൽ തന്നെ മതി, പെർമനൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ ഡാമേജ് വരും. അങ്ങനെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ബോഡിയും കൂടെ കിട്ടാണ്. ഇതിനും തെളിവൊന്നുമില്ല. ഇപ്പോൾ ഓഫീസിലിരുന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രഞ്ജിത്ത്. പെട്ടെന്നൊരു ഫോൺ വരാണ്. വേഗം തന്നെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ആൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. റോഡിൻ്റെ സൈഡിൽ കുറച്ച് സിമൻറ്റിൻ്റെ ചാക്ക് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. അത് കാണൂല. അപ്പോൾ അതിൽ തട്ടിയിട്ട് വണ്ടി മറിഞ്ഞു. പിറ്റേ ദിവസം അരവിന്ദനെ കമ്മീഷണർ വിളിച്ചിട്ട് ഈ കേസ് അരവിന്ദനെ ഏൽപ്പിക്കുകയാണ്. ആൾക്കൊരു അസിസ്റ്റൻറ്റിനെയും കൊടുക്കും, SI മനോഹർ. അപ്പോൾ അരവിന്ദൻ മനോഹറിനോട് പറയും, എനിക്ക് ആ 6 ക്രൈം സ്പോട്ടും നേരിൽ കാണണമെന്ന്. അവരങ്ങനെ ഓരോ ക്രൈം സീനും കാണാൻ ചെന്നേക്കാണ്. അപ്പോൾ അരവിന്ദൻ മനോഹറിനോട് പറയേണ്ടത്, ഇതിലൊന്നിലും CCTV ഫുട്ടേജ് ഇല്ല, ഫിംഗർ പ്രിൻ്റ് ഇല്ല, അതുപോലെ ഡെഡ് ബോഡീസ് എല്ലാം സിറ്റിക്ക് വെളിയിലാണ് ഡിസ്പോസ് ചെയ്തേക്കണത്. അതുമല്ല, ഒരു മിസ്സിംഗ് കംപ്ലയിൻസും ഈ ഡെഡ് ബോഡിയുമായിട്ട് മാച്ച് ആകുന്നില്ല. മരിച്ചവരെല്ലാവരും ഏകദേശം ഒരേ ഏജ് ഉള്ളവരാണ്. തിരിച്ചു ഇവർ വരണ വഴി മനോഹറിൻ്റെ വീട്ടിൽ നിന്നൊരു ഫോൺ വരാണ്. അപ്പോൾ മോൻ ഭക്ഷണം കഴിക്കണില്ല എന്നും പറഞ്ഞ് ആയ വിളിച്ചതാണ്. മനോഹർ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡൻറ്റ് വന്ന് മരിച്ചതാണ്, എനിക്കും ഒരു മോൻ മാത്രമേ ഉള്ളൂ, ഇനി എൻ്റെ ലോകം എന്ന് പറഞ്ഞ് എൻ്റെ മോനാണെന്ന് പറയും. പിറ്റേ ദിവസം ജോലിക്ക് പോണ വഴിക്ക് അരവിന്ദൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആകാണ്. അപ്പം അതിലെ വരുന്ന ഒരു വണ്ടിക്ക് കൈ കാണിക്കും. അത് ഓടിച്ചിരുന്നത് ഒരു ലേഡി ആയിരിക്കും. അവരെ കണ്ടതും അരവിന്ദൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഓടിച്ച പെൺകുട്ടിയുടെ പേര് സഞ്ജന എന്നാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ഒരു സംഭവം നമ്മളെ കാണിക്കുകയാണ്.
ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് വീട്ടുകാർ പറഞ്ഞ ഒരു പയ്യനെ കാണാൻ സഞ്ജന പോയതായിരിക്കും. അവിടെ വെച്ച് ആള് മാറി അരവിന്ദിൻ്റെ അടുത്താണ് പോണത്. കണ്ടപ്പോൾ തന്നെ സഞ്ജനയ്ക്ക് അരവിന്ദിനെ ഭയങ്കര ഇഷ്ടമാവും. ആള് മാറിപ്പോയി എന്നറിഞ്ഞിട്ടും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ, നിങ്ങൾ എന്താ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അരവിന്ദിന് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടണില്ല. അന്നു മുതൽ അരവിന്ദിനെ ഫോളോ ചെയ്ത് നടക്കാണ്. എവിടെ പോയാലും സഞ്ജനയും പുറകെ ഉണ്ടാവും. ഇത് ഒരു പാട്ടിലൂടെ നമ്മൾ കാണിക്കുകയാണ്. ഓഫീസിൽ പോകാൻ വൈകിയതുകൊണ്ട് തീരെ നിവൃത്തിയില്ലാതെ ആ കാറിൽ കയറിപ്പോവാണ്. പിന്നെ കാണിക്കുന്നത് അരവിന്ദനും മനോഹറും കൂടി ഐസിയുവിൽ കിടക്കുന്ന രഞ്ജിത്ത് കുമാറിനെ കാണാൻ ചെന്നേക്കാണ്. അവിടെ വെച്ച് രഞ്ജിത്തിൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് അന്വേഷിച്ച കേസ് ഇപ്പം ഞാനാണ് അന്വേഷിക്കണേ. അപ്പോൾ എന്തെങ്കിലും രഞ്ജിത്ത് പഴയ കേസിൽ എന്തെങ്കിലും ഡയറിയോ പേഴ്സണൽ നോട്ട്സോ എന്തെങ്കിലും സൂക്ഷിച്ചിരുന്നോ, അതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാമോ, ഈ കേസിന് ഭയങ്കര ഉപകാരമായിരിക്കും എന്ന് പറയും. അപ്പോൾ അവർ പറയും അതൊന്നും എനിക്കറിയില്ല. പിന്നെ കാണിക്കുന്നത് രാത്രി നല്ല മഴ, ഒരാൾ ബസ് സ്റ്റോപ്പിൽ ഫോൺ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കറുത്ത കാറ് വന്നിട്ട് അതിൽ നിന്ന് മുഖംമൂടി വെച്ച ആൾ പുറത്തിറങ്ങും. നേരെ ഈ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട് അയാളെ ഇലക്ട്രിക് ഷോക്കർ കൊടുത്ത് ബോധം കെടുത്തി കാറ് കയറ്റി കൊണ്ടുപോവാണ്. പിറ്റേ ദിവസം അയാളുടെ കത്തിക്കരിഞ്ഞ ബോഡി പോലീസിന് കിട്ടാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയും, മറ്റേതുപോലെയല്ല, ഇതിൽ നിന്ന് നമുക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഈ വിക്ടിമിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ റൈറ്റ് ലെഗ് ആംഗിൾ സർജറി ചെയ്തിട്ടുണ്ട്. ഈ പ്ലേറ്റ് ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിനെ കാണിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അരവിന്ദൻ അതും കൊണ്ട് ഒരു ഓർത്തോയെ കാണാൻ പോയേക്കാണ്. ആ ഡോക്ടർ പറയും, ഇത് റീസെൻ്റ് ആയിട്ട് ചെയ്തതാണ്. മെഡിക്കൽ കൗൺസിൽ ഇങ്ങനത്തെ പ്ലേറ്റ് അപ്രൂവ് ചെയ്തിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. അതുമല്ല, ഇതിൽ മാനുഫാക്ചറിങ് കമ്പനിയുടെ പേരും ഉണ്ട്. അപ്പോൾ അരവിന്ദൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ 7-8 മാസത്തിനുള്ളിൽ ഇതുപോലെ ആംഗിൾ സർജറി ചെയ്ത് 25-30 വയസ്സിനിടയിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ എന്ന്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനോഹർ ഒരു കാർഡിയാക് സർജനെ കണ്ടിട്ട് ഇറങ്ങുന്നത് കാണും. അരവിന്ദൻ ചെന്നിട്ട് ആ ഡോക്ടറോട് ചോദിക്കും, ഇപ്പോൾ വന്ന ആൾ എന്തിനാണ് ഇവിടെ വന്നേ? അപ്പോൾ ആ ഡോക്ടർ പറയും, അയാൾക്ക് സിവിയർ ആയിട്ടുള്ള ഹാർട്ട് പ്രോബ്ലം ഉണ്ട്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് വേഗം തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ അത് അയാളുടെ ജീവന് തന്നെ ആപത്താണ്. ഇതിപ്പോൾ ആരും അറിയരുതെന്നാണ് അയാൾ പറഞ്ഞേക്കണേ. പിറ്റേ ദിവസം തന്നെ ഇവർക്ക് ആംഗിൾ സർജറി ചെയ്തവരുടെ ഡീറ്റെയിൽസ് കിട്ടാണ്. അപ്പോൾ 40 പേരുണ്ട്. അതിൽ നിന്ന് ഏജൊക്കെ നോക്കി മാറ്റുമ്പോൾ ഏകദേശം 7 പേരെ കിട്ടും. ഇവർ ഓരോരുത്തരുടെ അടുത്തേയും ചെന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. എന്നാണ് ഓപ്പറേഷൻ ചെയ്തത്, ഓപ്പറേഷൻ ചെയ്ത സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ്. എല്ലാവരുടെയും കാലിൽ ആ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പാടൊക്കെ ഉണ്ട്. അങ്ങനെ 6 പേരുടെ അടുത്തും ചെന്നു. പ്രത്യേകിച്ച് സംശയിക്കാൻ പാകത്തിനൊന്നും തോന്നിയില്ല. അങ്ങനെ ലാസ്റ്റത്തെ ആളുടെ വീട്ടിലെത്താണ്, സുധാകറിൻ്റെ വീട്ടിൽ. അച്ഛനും സുധാകറും മാത്രമേ ഉള്ളൂ. അച്ഛൻ തളർന്ന് കിടപ്പിലാണ്. സുധാകർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാനാണ് സുധാകർ എന്ന്. അരവിന്ദൻ പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളുടെ കാലിൽ സർജറി ചെയ്തിട്ടില്ലേ, അതൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കും. അയാൾ കാലിലെ പാട് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവരെ കണ്ടതും അച്ഛൻ ഇങ്ങനെ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സുധാകർ ചോദിക്കുന്നുണ്ട്, എന്താ സാർ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചെക്കിങ് എന്ന്. അപ്പോൾ അരവിന്ദൻ പറയും, അത് ഈ പ്ലേറ്റ് മാനുഫാക്ചർ ചെയ്ത കമ്പനിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ എല്ലാവരുടെ അടുത്ത് നേരിട്ട് ചെന്നൊന്ന് ഡീറ്റെയിൽസ് എടുക്കണമെന്ന്. അപ്പോൾ ഇയാൾ പറയും, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇത് വെച്ചിട്ടെന്ന് പറയും. അരവിന്ദൻ ചോദിക്കും, കുറച്ച് വെള്ളം തരാമോ എന്ന്. അപ്പോൾ സുധാകർ വെള്ളം എടുക്കാൻ പോവാണ്. വെള്ളം എടുക്കുന്നതിനിടയിൽ ഇവരിങ്ങനെ വല്ലാത്ത രീതിയിൽ അയാൾ നോക്കുന്നുണ്ട്. വെള്ളമൊക്കെ കുടിച്ച് വെച്ചിട്ട് ഇവർ അവിടെ നിന്ന് പോകും. അപ്പോൾ അരവിന്ദന് സഞ്ജനയുടെ ഒരു കോള് വരാണ്, നമ്മൾ ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് വരാമോ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അങ്ങനെ അരവിന്ദൻ അവിടേക്ക് ചെല്ലുമ്പോൾ സഞ്ജന അരവിന്ദനെ പ്രപ്പോസ് ചെയ്യാണ്. അരവിന്ദൻ്റെ അടുത്ത വഴിക്കാണ് നോ പറയും. എന്നിട്ട് പറയും, എൻ്റെ പുറകിൽ നിന്ന് കടന്ന് വെറുതെ സമയം കളയണ്ട, വീട്ടുകാർ പറയുന്ന വല്ല പയ്യനെ നോക്കി കല്യാണം കഴിക്കാൻ. ഇത് കേൾക്കുമ്പോൾ സഞ്ജനയ്ക്ക് ഭയങ്കര വിഷമമാവും. ഇനി നിങ്ങളായിട്ട് എൻ്റെ സ്നേഹം മനസ്സിലാക്കി വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. പിറ്റേ ദിവസം അവർക്ക് അടുത്ത ഡെഡ് ബോഡി കിട്ടാണ്. ഇത്രയും നാളും സിറ്റിക്ക് പുറത്തായിരുന്നു ഡംപ് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം സിറ്റിക്ക് ഉള്ളിലാണ്. വേഗം തന്നെ ആ ഏരിയയിലെ പോലീസ് സ്റ്റേഷനിലെ ഓഫീസറേക്ക് വിളിപ്പിക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ സ്റ്റേഷനിൽ ഏതെങ്കിലും മിസ്സിംഗ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറയില്ല. കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ പറയും, ഇന്നലെ ബസ് സ്റ്റാൻഡിൽ പിച്ചെടുക്കുന്ന ഒരാൾ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു, പെണ്ണ് അടിച്ചു ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അയാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലാത്തത് കാരണം ഇവർ അയാളെ ഓടിച്ചു വിടും. വേഗം തന്നെ അരവിന്ദൻ അയാളെ കാണാൻ ചെല്ലാണ്. അപ്പോൾ അയാൾ അവരോട് നടന്ന കാര്യം പറയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്. തലേ ദിവസം രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ബസ് ഇറങ്ങിയിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു കാറ് മുമ്പിൽ വന്നിട്ട് ഈ കില്ലർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഈ പെൺകുട്ടി അത് കാണുന്നില്ല. പെട്ടെന്ന് ഇയാളുടെ മുമ്പിലെത്തുമ്പോൾ അയാൾ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ ബോധം കെടുത്തിയിട്ട് കാറ് കയറ്റി കൊണ്ടുപോവാണ്. അപ്പോൾ ദൂരെ നിന്ന് ഇയാൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്. അരവിന്ദൻ ചോദിക്കും, ആ കുട്ടിയെ അറിയാമോ? അപ്പോൾ അയാൾ പറയും, എല്ലാ ദിവസവും ഇതിലെ സ്കൂട്ടർ ഓടിച്ച് പോകുന്നുണ്ട്.
അരവിന്ദൻ മനോഹറിനോട് ചോദിക്കുന്നുണ്ട്, എല്ലാ ദിവസവും സ്കൂട്ടർ എടുത്തിട്ട് പോകുന്ന ആൾ അന്ന് പോയില്ലെങ്കിൽ അതിനർത്ഥം സ്കൂട്ടർ കേടായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്തുള്ള വർക്ക്ഷോപ്പിലൊക്കെ ഇങ്ങനെ ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു കടയിൽ അന്വേഷിച്ചപ്പോൾ അയാൾ പറയും, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി സ്കൂട്ടർ നന്നാക്കാൻ തന്നിരുന്നു, അപ്പോൾ വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എടുത്തോളാന്നാണ് പറഞ്ഞ് പിന്നെ വന്നിട്ടില്ല. അവർ സ്കൂട്ടർ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ID കാർഡിൻ്റെ ഒരു കോപ്പി കിട്ടുകയാണ്. അപ്പോൾ അതിൽ മീര എന്ന പേരാണ് എഴുതിയേക്കണേ. ഇവർ അതിൽ നിന്ന് അഡ്രസ്സ് നോക്കിയിട്ട് ആ വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ തലേ ദിവസം നമ്മളെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി കാണിച്ച പെൺകുട്ടി വന്ന് വാതിൽ തുറക്കാണ്. പോലീസുകാരാന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു വെപ്രാളം. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, കുട്ടിയല്ലേ ഇന്നലെ പട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് തരാൻ വന്നത്? അരവിന്ദന് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നാണ്. അപ്പം മീരയുടെ അടുത്ത് രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയും. അവർ അകത്ത് കയറി പരിശോധിക്കുമ്പോൾ കുറേ ഫോട്ടോസ് കാണാം. മീരയുടെയും സഹോദരിയുടെയും ഫോട്ടോ കാണാണ്. അപ്പോൾ അവർ ട്വിൻസാണ്. അപ്പോൾ അവിടെ ട്വിൻ ബേർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂൾ ഫോട്ടോയും കാണും. അതിൽ നോക്കുമ്പോൾ എല്ലാവരും ട്വിൻസ്. അപ്പോൾ മനോഹർ ചോദിക്കുന്നുണ്ട്, ഒരു ക്ലാസ്സിൽ ഇത്രയും ട്വിൻസോ? 11 പേര്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സുധാകരനെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചേക്കാണ്. അപ്പോൾ അന്ന് സുധാകരൻ്റെ വീട്ടിലും ഇതേ സ്കൂൾ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അയാൾ പറയുന്നത് അയാൾ സുധാകർ അല്ല, സുരേന്ദ്രാണ്, സുധാകരൻ്റെ ട്വിൻ ബ്രദർ. ഒരു ദിവസം രാത്രി അയാൾക്ക് സുധാകരൻ്റെ ഒരു മെസ്സേജ് വരാണ്, ജോലി തീർന്നിട്ടില്ല, വരാൻ വൈകുന്നും പറഞ്ഞ്. അപ്പോൾ രാവിലെ എണീറ്റിട്ടും സുധാകർ ഇതുവരെ എത്തിയിട്ടില്ല. അന്ന് ഓഫീസിൽ പോയി നോക്കാമെന്നും പറഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് വീഡിയോ കോൾ വരുന്നത്. നോക്കുമ്പോൾ സുധാകരനെ ആരോ കെട്ടിവച്ചേക്കാണ്. അപ്പോൾ മാസ്ക് വെച്ചിട്ടുള്ള ഒരാൾ പുറകിൽ നിൽക്കുന്നുണ്ട്. അയാൾ സുധാകരൻ്റെ തലയ്ക്ക് ഇങ്ങനെ ഗണ്ണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും, അയാൾ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ സുധാകരനെ കൊല്ലുമെന്ന്. അപ്പം ഇപ്പോൾ വന്നിരിക്കുന്നത് മീരയല്ല, മീരയുടെ ട്വിൻ സിസ്റ്റർ താരയാണ്. അപ്പോൾ താരയ്ക്ക് ഇതുപോലുള്ളൊരു സ്റ്റോറിയാണ് പറയാനുള്ളത്. ഒരു സുജല സഹോദരി കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകണമെന്നാണ് പറഞ്ഞ് പിറ്റേ ദിവസമായിട്ട് എത്താഞ്ഞപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഒരാളുടെ വീഡിയോ കോൾ വന്നു. നോക്കുമ്പോൾ മീരേനെ ഇങ്ങനെ കെട്ടിവെച്ചേക്കാണ്. അയാൾ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ മീരയെ കൊല്ലുമെന്നും പറഞ്ഞു. പക്ഷെ എന്നിട്ടും താര കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ കില്ലറുടെ കോള് വരാണ്, നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കണതെന്ന് എനിക്കറിയാം, ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ നിൻ്റെ സഹോദരിയെ കൊല്ലുമെന്നും പറഞ്ഞു. അപ്പം അത് കാരണം അന്ന് പേടിച്ചിട്ടാണ് കംപ്ലൈൻറ്റ് കൊടുക്കാതെ തിരിച്ചു പോകുന്നത്. അയാൾ പറഞ്ഞതനുസരിച്ച് ഒരു മാള് കൺസ്ട്രക്ഷൻ ചെയ്യണ ഒരു സ്ഥലത്തേക്ക് എത്താണ്. ഓരോരോ ദിവസങ്ങളിലായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു ഫോൺ അടിക്കും. അപ്പോൾ ഇവരത് എടുക്കും. അപ്പോൾ അത് ഈ കില്ലറിൻ്റെ വീഡിയോ കോൾ ആയിരിക്കും. എന്നിട്ട് പറയും, അവിടെ ഒരു ഷീറ്റ് ഇട്ട ഒരു മുറി കാണും, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാളെ കസേരയിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. മുഖത്തൊക്കെ ടർപ്പായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ അവിടെ മാത്രം കുഞ്ഞു ഓട്ട മാത്രമേ കാണാനുള്ളൂ. അവിടെ ഒരു ഗണ്ണിരിപ്പുണ്ടാവും. എന്നിട്ട് ഇവരോട് പറയും അതെടുത്തിട്ട് അയാളെ നെറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറയും. അങ്ങനെ അപ്പോൾ ഇയാളുടെ വീഡിയോ കോളിൽ ഇയാൾ ഇവരുടെ ട്വിന്നിനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി പിടിച്ചേക്കാണ്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട്. അവസാനം നിവൃത്തിയില്ലാതെ ഇവർ മുമ്പിൽ കണ്ട ആളെ ഷൂട്ട് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. പിറ്റേ ദിവസം ഇവർ ഷൂട്ട് ചെയ്ത വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തേക്കാണ്. പിന്നെ ഈ കില്ലർ വന്നിട്ട് ആ ടർപ്പായി അങ്ങോട്ട് എടുത്ത് മാറ്റുമ്പോഴാണ് ഇവർ ഞെട്ടിപ്പോണത്. ഇവർ കൊന്നത് ഇവരുടെ തന്നെ സ്വന്തം സഹോദരനെയാണ്. ഇതും കൂടെ കാണുമ്പോൾ രണ്ടുപേർക്കും ആകെ ഷോക്കാവും. പുറത്ത് പറഞ്ഞാൽ ഈ വീഡിയോ പോലീസിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ ഇരുന്ന് കരയുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ അയാൾ ഞങ്ങളുടെ സഹോദരനെ കൊല്ലിച്ചു എന്നും പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് മീരയുടെ സഹോദരി താരയും ഈ സുധാകരനെയും കൂടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. അരവിന്ദൻ പറയും, ആ കില്ലർ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ലൈവ് വീഡിയോ കോളായി കാണിച്ച് നിങ്ങളെ പറ്റിച്ചത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാമോ? അപ്പോൾ അവർ പറയില്ല. വേഗം തന്നെ ആ ക്ലാസ് ഫോട്ടോ കാണിച്ചിട്ട് പറയാണ്, ഇത് ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ കണ്ടു. അപ്പോൾ ആ പെൺകുട്ടി പറയും, എൻ്റെ പേര് താര. അയാൾ പറയും, എൻ്റെ പേര് സുരേന്ദർ. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് മനസ്സിലായില്ല. അരവിന്ദൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആ കില്ലർ വിചാരിച്ചിരുന്നെങ്കിൽ അയാൾക്ക് തന്നെ അവരെ കൊല്ലാമായിരുന്നു. പക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചെങ്കിൽ അതെന്തോ റിവഞ്ചാണ്. നിങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആരോ ആണത് ചെയ്തേക്കണേ. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് താര ആ ക്ലാസ് ഫോട്ടോയിൽ ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിക്കുകയാണ്, ബെഞ്ചമിൻ. അപ്പോഴാണ് മനോഹർ താരയുടെ ഫോൺ പരിശോധിച്ചിട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിൽ സഞ്ജനയുടെ ഫോട്ടോ കാണിക്കും. എന്നിട്ട് പറയും, ഈ കുട്ടിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ചായക്കടയിൽ കാണാറുണ്ട്. താര പറയും, അത് ഞങ്ങളുടെ കൂടെ പഠിച്ച കുട്ടിയാണ് സഞ്ജന. കുറേ നാളുകൾക്ക് ശേഷം മാളിൽ വെച്ച് കണ്ടപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ആ ക്ലാസ് ഫോട്ടോയിലുള്ള എല്ലാവരും ട്വിൻസാണ്. അരവിന്ദൻ അന്ന് സ്കൂളിൽ എന്താണ് നടന്നതെന്ന് പറയാൻ പറയും. അപ്പോൾ അവർ എന്തോ പറയുന്നുണ്ട്, പക്ഷെ നമ്മളെ കേൾപ്പിക്കുന്നില്ല. ക്ലാസ്സിൽ പഠിച്ച മറ്റു കുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയും. അപ്പോൾ അരവിന്ദൻ പറയും, ഇപ്പം നിങ്ങളെന്നാൽ പൊയ്ക്കോ, കേസ് തീരുന്നതുവരെ ഇവരെ നടന്നത് ആരോടും പറയരുത്. അപ്പം മനോഹർ സുരേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആംഗിളിൽ സർജറി നടന്നത് സുധാകരനല്ലേ, പിന്നെ നിങ്ങളുടെ കാലിൽ എങ്ങനെയാ അത് വന്നേ? അപ്പോൾ അയാൾ പറയും, ചെറുപ്പം മുതലേ ഞങ്ങൾ തമ്മിൽ ഒന്നിലും വ്യത്യാസമില്ല, അത് കാരണം ഞാൻ തന്നെ കത്തിയെടുത്ത് ചെയ്തതാണ്.
അവർ പോയി കഴിയുമ്പോൾ അരവിന്ദൻ പറയും, ഇവർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആ സ്കൂൾ വരെ ഒന്ന് പോയി നോക്കാം. ഇവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നേരത്തെ മരിച്ച 6 പേരും ഇവരുടെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും. അപ്പോൾ മനോഹർ ചോദിക്കുന്നുണ്ട്, ഇവരെ എന്തിനാ വിട്ടേന്ന്, ഇവർ ആ കൊലപാതകം ചെയ്തതല്ലേ? അപ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട്, ഇവരെ അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ കില്ലർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ കാണിക്കുന്നത് അവർ ട്വിൻ ബേർഡ് സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഈ ക്യാരക്ടർ ചെയ്യുന്നത് അഭിരാമിയാണ്. അപ്പോൾ അവർ പറയും, ഞങ്ങളിങ്ങനെ പോലീസാണ്, കുറച്ച് നാളുകളായിട്ട് ചെന്നൈയിൽ 8 കൊലപാതകം നടന്നു, സീരിയൽ കില്ലിങ്. ആ മരിച്ചവരെല്ലാം നിങ്ങളുടെ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണെന്ന്. എന്നിട്ട് ആ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. കൊലപാതകിയും അതേ ക്ലാസ്സിൽ തന്നെ പഠിച്ചതെന്ന് പറയും. അപ്പോൾ അയാളുടെ പേര് പറയുന്നതിന് മുൻപ് ഈ പ്രിൻസിപ്പൾ ചോദിക്കുകയാണ്, ബെഞ്ചമിൻ ആണോ എന്ന്.